ശിരസിൽ വർഗീയ തിമിരം ബാധിച്ച അജ്ഞാത കൈകളാൽ മഞ്ഞു പെയ്യും താഴ്വരയിൽ നിന്റെ സിന്ദൂരം ചുടു കണ്ണുനീർ തുള്ളിയിൽ മായുമ്പോൾ നിന്നിൽ സിന്ദൂരമണിയിച്ച എന്റെ വിരലുകൾ ചലനങ്ങളില്ലാതെ നിശ്ചലമായി മണ്ണിൽ മലർന്നു വീണ എന്റെ മൃത്യുവിൽ നിന്റെ കണ്ണുനീർ വീഴുന്നതറിയാതെ പോയി ഞാൻ. പൈൻ മരങ്ങളിൽ മഞ്ഞുപാൽ തുള്ളിയായി വീഴുന്ന ഈ സ്വർഗഭൂമിയെ സ്വന്തമാക്കുവാനെന്ന വ്യാമോഹമോ? വിവേകശൂന്യ ബുദ്ധി സിരകളിൽ ഒഴുകുന്നവർ ആയുധം കയ്യിലേന്തിയ ആഭാസമോ? മായുന്ന സിന്ദൂരമല്ല എന്റെ ഈ ഭാരതം വാഴ്ത്തുന്ന ദാരികൾ പൂജിതയാവുന്ന ഭാരതമാതാവിന്റെ സിന്ദൂരം. മായാത്ത സിന്ദൂരം മായ്ക്കുവാൻ മാറാത്ത ഭ്രാന്തു നീ മാറ്റുന്നുവോ? നിന്നിൽ സംഹാര താണ്ഡവമാടുവാൻ എന്റെ സിന്ദൂരമാതാവിൽ അണിയിച്ച ബ്രഹ്മാസ്ത്രം ഞാൻ താഴെ വയ്ക്കാം. ഹായ്, നമസ്കാരം. ഞാന് നമ്മുടെ കാശ്മീര് പഹൽഗാം ഭീകരാക്രമണം നടന്ന അവിടെ 6 ദിവസമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ രണ്ടാള് ഉണ്ടായിരുന്നു. അവരുടെ ആ ഭാഗത്തു നിന്നാണല്ലോ നമ്മുടെ സിന്ദൂർ എന്നുള്ള പേര് തന്നെ ഇടാൻ കാരണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ 2 പേരിൽ നിന്നാണ് സിന്ദൂർ വന്നത്. അവിടെ നിന്നാണ് എൻ്റെ ഈ വരികൾ തുടക്കം. ഞാനിപ്പോൾ പ്രാവശ്യം പാടി വിട്ടത് പാടല്ല, ശരിക്കും പറഞ്ഞ കവിത. എനിക്ക് മറ്റു മുരുകൻ കാട്ടാക്കട മറ്റുള്ളവരൊക്കെ ചെല്ലും പോലെ പല ആളുകളുണ്ട് പേര്, അങ്ങനെ പല ആളുകളും ചെല്ലുന്ന പോലെ എനിക്ക് ചൊല്ലാൻ എന്നെ കൊണ്ട് വയ്ക്കുന്ന പോലെ ഞാനിത് ശരിക്കും ഞാനിപ്പോൾ ഈ എഴുതിയത് അങ്ങനെയാണ് ചെല്ലേണ്ടത് അങ്ങനെയാണ്. പക്ഷെ എനിക്കറിയുന്ന പോലുള്ള രീതിയിൽ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. കുറെ കഴിഞ്ഞാൽ ശരിയാവും അതെല്ലാം എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളാൽ ഒരു വികാരം നമുക്ക് ഈ യുദ്ധം നടന്നപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ശത്രു രാജ്യത്തോടുള്ള ഒരു വികാരം നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമ്മളാൽ കഴിയുന്നത് നമുക്കിപ്പോൾ മിലിറ്ററി മറ്റുള്ള പോലീസുകാർ എന്നുള്ള പോലെ നമുക്ക് ഈ ആയുധങ്ങൾ എടുത്തിട്ട് നമുക്ക് അവരതെല്ലാം പറച്ചിലുകൊണ്ട് നമ്മൾ മനസ്സിലൊരു വികാരമുണ്ട്. അത് നമ്മൾ പ്രകടമാകുന്നത് നമ്മൾ പറച്ചിലും കൊണ്ടും നമ്മളെ മനസ്സിൽ എപ്പോഴും നമ്മൾ TV കണ്ട് ഇതിലൊക്കെ പ്രകടമായിട്ടുള്ള നമ്മുടെ അവരോടുള്ള അപ്പോൾ ഇവർക്ക് നമ്മുടെ ഈ ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഇത് സംഭവിച്ചതും അവർ ചെയ്ത ആ പോക്കൂത്തും ഒക്കെ ഭയങ്കര ഇതായി മനസ്സിൽ നമ്മൾ കൊള്ളുമ്പോഴാണല്ലോ നമുക്ക് വരികൾ ഓരോ സംഭവങ്ങളും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ എന്തിനെ പറ്റിയാണോ ചിന്തിക്കുന്നത് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ആ വരികൾ മനസ്സിൽ അടിച്ച് വരുമ്പോഴാണ് വരികളായിട്ടും വരുന്നത്, വർത്തമാനമായിട്ടും ഒക്കെ പല ആളുകൾക്കും ഇപ്പോൾ വരുന്നത്. നമ്മുടെ പറയാനൊന്നും അറിയില്ലെങ്കിലും ഞാനിങ്ങനെ മനസ്സിൽ എനിക്ക് വരും. പക്ഷെ എത്രത്തോളം പറയാൻ എനിക്കറിയില്ല. ചിലപ്പോൾ വിചാരിക്കും ഒരുപാട് എന്തെങ്കിലും പറയണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊന്നും ഇപ്പോൾ മനസ്സിൽ വരുന്നില്ല. പക്ഷെ എഴുതി വെച്ചിട്ടല്ല, മറ്റേത് എഴുതി വെച്ചിട്ടാണ് ഞാൻ പാട് തന്നെ പിന്നെ ഒക്കെ ചെയ്യാറ്. ഇപ്പം അതില്ല, മനസ്സിൽ തോന്നുന്നത് നമുക്ക് പറയാം. കാരണം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എഴുതി വിട്ടിട്ടും അല്ലെങ്കിൽ നമുക്ക് പാടി വിട്ടിട്ടും നമ്മുടെ ഇത് നമുക്ക് അറിയിക്കുക എന്നുള്ളത് ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കേൾക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇപ്പോൾ നമ്മളൊരു വലിയൊരു എഴുത്തുകാരനല്ലെങ്കിലും അത് സപ്പോർട്ട് ചെയ്ത് ശരി.